ഹായ് ഗൈസ്, പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കടലപ്പരിപ്പ് 4 മണിക്കൂർ കുതിർത്തതാണ്. അത് മിക്സറിൻ്റെ ജാറിലിട്ട് ഇതേപോലെ കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് പരിപ്പൊക്കെ കാണുന്ന വിധത്തിൽ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളകും 2-3 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ സവാളയുടെ പീസും, പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ അതേപോലെ മുളക് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. കുറേ അധികം കറിവേപ്പില ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി മസ്റ്റാണ്, ഇതിൽ കായപ്പൊടി ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെരിഞ്ജീരകം നന്നായി ചേർക്കണം, എന്നാലേ ഈ പരിപ്പുകളൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾ കുരുമുളകാണെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ അതായത് നമ്മളെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. പരിപ്പെടുത്തത് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വറുത്ത് പോകാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പരിപ്പ്. അപ്പോൾ ഇതേപോലെ ഒരു ഭാഗം നന്നായി സെറ്റായതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 പുറവും നന്നായി മുരിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം സർപ്രൈസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതായത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും താങ്ക്സ്. ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായി മുരിച്ചെടുക്കാൻ, എന്നാലേ ഉൾവശത്തോളം നന്നായി വെന്ത് കിട്ടുമല്ലോ. കേട്ടില്ലേ, പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതേപോലെ പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ചേർത്തുണ്ടാക്കാൻ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചട്നിയുടെ